നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയിലെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 985 സ്ഥാനാർത്ഥികൾ, 269 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. പ്രചാരണം സജീവമാക്കി മുന്നണികൾ. സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ചയും. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയേക്കുമെന്ന് PJ കുര്യൻ. തെരഞ്ഞെടുപ്പാണ് മുഖ്യമെന്നും മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നില്ലെന്നും VD സതീശനും KC വേണുഗോപാലും. UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡെന്നും നേതാക്കൾ. കോൺഗ്രസിന്റെ മഹാറാലി കോഴിക്കോട്. മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്നു. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരെ UDF നേതാവ് ഇർഷാദ് ചക്കാലശ്ശേരിയുടെ പരാമർശം വിവാദത്തിൽ. സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന U പ്രതിഭ. സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന പരാമർശമെന്ന് വൈകാരികമായി പ്രതികരിച്ച പ്രതിഭ. ഖേദം പ്രകടിപ്പിച്ച ഇർഷാദ് ചക്കാലശ്ശേരി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഡൽഹിയിൽ സർവകക്ഷി യോഗം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. യോഗം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ. പാചകവാതക പ്രതിസന്ധിയിൽ പാർലമെന്റിന് മുന്നിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ധനവുമായി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക്. കടലിടുക്ക് കടക്കാൻ ഇന്ത്യ ഒരു രാജ്യത്തിനും പണം നൽകിയിട്ടില്ല എന്നും രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്നും കേന്ദ്ര സർക്കാർ. സഭാ തർക്കത്തിൽ പരിഹാര സാധ്യത. ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭ. സഹോദരങ്ങളെപ്പോലെ ജീവിക്കാമെന്ന ആഹ്വാനം. തെരഞ്ഞെടുപ്പിൽ മനസാക്ഷിക്കനുസരിച്ച് വിശ്വാസികൾക്ക് വോട്ട് ചെയ്യാമെന്നും കാത്തോലിക്ക ബാവ. സംസ്ഥാനത്ത് ചൂട് കടുക്കുന്നു. 7 ജില്ലകളിൽ കൊടും ചൂട്. കൊല്ലം മുതൽ മലപ്പുറം വരെ ജാഗ്രതാ നിർദ്ദേശം. 55 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമെന്ന് കുസാറ്റ് കാലാവസ്ഥാ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത് 985 സ്ഥാനാർത്ഥികളാണ്. സൂക്ഷ്മ പരിശോധനയിൽ 269 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിരുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ പറഞ്ഞതുപോലെ പത്രിക ആരൊക്കെ നാളെ പിൻവലിക്കും എന്നതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ മത്സരചിത്രം അറിയാനാകും അല്ലേ? ശ്രീജ, തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയാണ് ഈ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം. നാളത്തോടു കൂടിയായിരിക്കും കൃത്യമായ ഒരു കണക്ക്, എത്ര പേർ മത്സര രംഗത്ത് ഉണ്ടായില്ല എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു കണക്ക് നമുക്ക് ലഭ്യമാകുക. നിലവിൽ കഴിഞ്ഞ ദിവസത്തെ സൂക്ഷ്മ പരിശോധന പൂർണ്ണമായ ഒരു സാഹചര്യത്തിൽ ഒരു ഏകദേശ കണക്കിന്റെ പുറത്തു വന്നിരിക്കുന്നത് 985 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സര രംഗത്തുള്ളത്. ആകെ 1254 പേരായിരുന്നു മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. അതിൽ സൂക്ഷ്മ പരിശോധനയിൽ ഏകദേശം 269ഓളം പേരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടുണ്ട്. അതിനുശേഷമാണ് നിലവിൽ 985 എന്നൊരു കണക്കിലേക്ക് എത്തിയിട്ടുള്ളത്. നാളെ ഈ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ ആയതുകൊണ്ട് തന്നെ ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പത്രിക പിൻവലിക്കുന്ന ഒരു ഘട്ടമാണ് ഇന്നും നാളെയുമായിട്ട്. അതുകൊണ്ട് തന്നെ നാളെ ഈ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസമായതുകൊണ്ട് നാളത്തോടു കൂടിയായിരിക്കും കൃത്യമായ രീതിയിലൊരു കണക്ക്, എത്ര പേർ മത്സര രംഗത്തുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായും വ്യക്തമായൊരു ചിത്രം തെളിയുക നാളത്തോടു കൂടിയായിരിക്കും. തീർച്ചയായും ആതിര, എന്തായാലും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത് 985 സ്ഥാനാർത്ഥികളാണ്. സൂക്ഷ്മ പരിശോധനയിൽ 269 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിരുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. സ്ത്രീവിരുദ്ധ പരാമർശം. ലീഗ് നേതാവിനെതിരെ പരാതി നൽകാനൊരുങ്ങി U പ്രതിഭ. കായംകുളത്തെ UDF കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമായ A ഇർഷാദാണ് പ്രതിഭയ്ക്കെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചത്. വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, രൂക്ഷമായ പരാമർശം, അതേ തുടർന്ന് പരാതിയുമായി പ്രതിഭ എത്തുന്നു. പ്രതിഭയ്ക്ക് പിന്നാലെ നേതാക്കളുമൊക്കെ ഈ സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ രംഗത്തെത്തുന്നു. അങ്ങനെ ഈ വിവാദം അങ്ങനെ കൊഴുക്കുകയല്ലേ? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാഭാവികമായും രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ വ്യക്തിപരമായി വ്യക്തികളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ സാധാരണഗതിയിൽ അത്തരത്തിലേക്കുള്ള പരാമർശങ്ങളിലേക്ക് നേതാക്കളൊന്നും തന്നെ പോകാറില്ല. പക്ഷേ കായംകുളത്ത് U പ്രതിഭയ്ക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണമാണ് A ഇർഷാദ്. UDFന്റെ കൺവീനറാണ്. മുൻപ് അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു ആളുകൂടിയാണ്, മുസ്ലിം നേതാവ് കൂടിയാണ് ഇർഷാദ്. ആദ്യത്തിലേക്ക് വളരെ വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തുകയായിരുന്നു. സ്ത്രീകളെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഇർഷാദിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് പ്രതിഭ വാക്ചാതുര്യവും ഒപ്പം ശരീര സൗന്ദര്യവും വിറ്റുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ള
വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള വിവാദപരമായിട്ടുള്ള പരാമർശമാണ് ഇർഷാദിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും വിഷയത്തിൽ പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് പ്രതിഭയുള്ളത്. വലിയ ഒരു നിരാശ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ദുഃഖമുണ്ട് എന്ന ഒരു പ്രതികരണം പ്രതിഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇത്രയും വർഷമായിട്ട് പോലും കായംകുളത്ത് ജനപ്രതിനിധിയായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഒരാളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് താൻ സ്വീകരിച്ചിട്ടില്ല. കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ച് മനസ്സ് കൊടുത്തുകൊണ്ടാണ് മണ്ഡലത്തെ സ്നേഹിച്ചിട്ടുള്ളത്. അങ്ങനെ മനസ്സും ഒപ്പം തന്നെ എനർജിയും കൊടുത്തുകൊണ്ട് മണ്ഡലത്തെ സേവിച്ച ഒരാളാണ്. പക്ഷേ ഇത്തരത്തിലേക്ക് വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം ഇങ്ങനെ ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പക്ഷേ നേതൃത്വം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപം പ്രതിഭ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിഭയുടെ നീക്കം. ഒപ്പം തന്നെ CPM നേതൃത്വവും വിഷയത്തിൽ വലിയ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരണമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ച് വലിയ വിവാദപരമായിട്ടുള്ള ഒരു വിഷയമായി ഈ വിഷയം മാറുകയാണ്. സ്ത്രീവിരുദ്ധ പരാമർശം ലീഗ് നേതാവിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രതിഭ. ഇതോടുകൂടി ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടുകയാണ്. വിവരങ്ങളും ഇപ്പം ചേരുകയായിരുന്നു അജയ്നാഥ്. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. തിരുവല്ലയിൽ UDF നിയോജക മണ്ഡലം കൺവെൻഷനിൽ രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു PJ കുര്യന്റെ പരാമർശം. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ലെന്നും PJ കുര്യൻ പറഞ്ഞു. കേരളത്തിന് എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് സംശയമില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ രമേശിന്റെ വലത്ത് ഹരീഷ് സ്വാമി ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് ഹരീഷ് സ്വാമി എന്നായിരിക്കും. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ അനുകൂലമായ സാഹചര്യം പശ്ചാത്തലം നമ്മൾ ഒന്നിച്ച് നീക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. 9-ാം തീയതി വരെ എല്ലാം മറക്കുക. എനിക്ക് പറയാതെ എല്ലാം മറക്കുക. ഇതിലെ എല്ലാം മറക്കാൻ പറയുമ്പോൾ 4 എന്റെ മുഖത്തോട്ട് നോക്കും. എല്ലാം മറക്കണമെന്നാ പറഞ്ഞു. ഈ കാര്യത്തിൽ അതായത് ഹരീശ്വാമന് UDF സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പാണ് മുഖ്യമെന്നും UDF ജയിച്ചാൽ ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുക എന്നും VD സതീശൻ വ്യക്തമാക്കി. അതൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ ഒരു ചർച്ചയും കോൺഗ്രസിലില്ല, ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന കെ സുധാകരന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത് സുധാകരന്റെ അഭിപ്രായം പറയാൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നും KC വേണുഗോപാൽ തൃശ്ശൂരിൽ പറഞ്ഞു. അത് നല്ല കാര്യം, സുധാകരന്റെ നല്ല അഭിപ്രായം. സുധാകരന്റെ പറയാനുള്ള അവകാശം സുധാകരനുണ്ട്. അക്കാര്യത്തേക്കൊന്നും ഡിസ്ട്രാക്ട് ചെയ്യേണ്ട 2 പ്രധാന വിഷയങ്ങളാണ് ഇപ്പോൾ. ഒന്ന് ബാർ അഴിമതി, അതുപോലെ തന്നെ ഏറ്റവും വലിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള അഫിഡവിറ്റ്. ഈ 2 കാര്യങ്ങൾക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ താങ്കൾ ശ്രമിക്കുകയാണ്. ഞാനതിൽ വീഴുന്നില്ല ഇപ്പൊ തൽക്കാലം. ആരഭിപ്രായം പറഞ്ഞാലും കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ രീതിയിൽ അഭിപ്രായം പറയുന്നൊന്നും ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയല്ലേ. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുന്നു പറയാൻ പറ്റുമോ? ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ വന്നിട്ട് ഒരു മീറ്റിങ്ങിൽ ചോദ്യം ചോദിക്കുമ്പോൾ അത് നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അഭിപ്രായങ്ങളൊക്കെ പറയും. ആ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. അതല്ല ഞങ്ങളുടെ തമ്മിൽ വ്യത്യാസം. പ്രതിപക്ഷം നുണ പ്രചരിപ്പിക്കുന്നു എന്ന മുഖ്യമന്ത്രി. LDFന് ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പിണറായി വിജയൻ. വർഗവഞ്ചന കാണിച്ചവരെ മണ്ഡലങ്ങൾ ഒറ്റപ്പെടുത്തും. ബാർ ലൈസൻസിൽ അഴിമതിയില്ലെന്നും KC വേണുഗോപാലിന്റെ ആരോപണം UDFന്റെ സംസ്കാരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് KC വേണുഗോപാലിൻ്റെ പാർട്ടിയുടെ സംസ്കാരം വെച്ചാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സംസ്കാരമുണ്ട്. അത് UDFന്റെ സംസ്കാരം വെച്ചാണ് LDFനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നാൽ എന്താണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ നാടിന് നേടാൻ കഴിഞ്ഞത്? അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ നാട് കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് അത്തരമൊരു സ്ഥാനം കിട്ടിയത്? LDF അധികാരത്തിലുള്ളത് കൊണ്ടാണ്. LDFന്റെ സംസ്കാരമാണ് അതിന് പ്രധാനം.
അതുകൊണ്ട് തന്നെ അഴിമതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു പോകും. ആ LDFനെ കുറിച്ച് ഞങ്ങൾ കാണുന്നത് ഈ അഴിമതി ഏറ്റവും കുറഞ്ഞു വന്നത് വലിയ കാര്യമായിട്ടല്ല. നമുക്ക് വേണ്ടത് അഴിമതി തീരെയില്ലാത്ത സംസ്ഥാനം എന്ന പദവിയാണ്. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനിയും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത്രയും നേട്ടമുണ്ടായത് LDF അധികാരത്തിലുള്ളത് കൊണ്ടാണ് എന്ന് ജനങ്ങളാകെ കാണുന്നു. ആ ജനങ്ങളുടെ മുന്നിൽ ആരോപണം ഉന്നയിച്ച് സ്വയം പരിഹാസ്യമാവുക എന്ന് മാത്രമേ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ളൂ. നിങ്ങളെക്കുറിച്ചൊക്കെ വരുന്ന വാർത്തകൾ ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അലിഖിത രാഷ്ട്രീയ സഖ്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള രാഷ്ട്രീയ ധാരണ ഇവിടെ വേവില്ല. വോട്ട് മറിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് 2020 BDJS സ്ഥാനാർത്ഥികളെ നിർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് NDAയുടെ സീറ്റുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. 2020 എന്ന് പറയുന്നൊരു പാർട്ടി കുന്നത്തുനാട് മാത്രമുണ്ടായിരുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് 22 സീറ്റാണ് നൽകിയത്. അവർ വെല്ലുവിളികൾ നേരിടുന്ന സ്ഥലങ്ങളിലെല്ലാം 2020യുടെ സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ BDJSൻ്റെ സ്ഥാനാർത്ഥികളാണ്. അത് വോട്ട് മറിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഈ രാഷ്ട്രീയ ധാരണ ഇത്തവണ ഇവിടെ വേവാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല. മോഹൻലാലിൻ്റെ മുമ്പിൽ കണ്ട പിണറായി അല്ല കോന്നിയിൽ കണ്ടത്. കാരണം അവിടെ PR ഇല്ലായിരുന്നു, PR ഏജൻസി ഇല്ലായിരുന്നു. തിരുവനന്തപുരം നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീർ കരമനയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച മുൻ MLA ആന്റണി രാജു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേരിട്ടെത്തുന്നതിനുള്ള അസൗകര്യം ആന്റണി രാജു നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയം കച്ചവടമാക്കിയത് എന്നും കോൺഗ്രസ് ആണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയത് VD സതീശന്റെ പാർട്ടിയാണ്. ഡീലിന്റെ എക്സ്പേർട്ട് VD സതീശനാണെന്നും K. മുരളീധരൻ കോൺഗ്രസിന്റെ ഡീലിന്റെ രക്തസാക്ഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുരളീധരൻ ഈ ഡീലിന്റെ രക്തസാക്ഷിയല്ലേ? ഡീലിന്റെ തിക്താനുഭവങ്ങളിൽ നിന്ന് മുരളീധരന്റെ തോന്നലുകളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മുരളീധരനെ കൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചെയ്യിപ്പിച്ചത് എന്താ നമുക്കറിയാലോ. മുരളീധരൻ രണ്ടാമത് കോൺഗ്രസ് ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു സമാധാനം ഇവർ കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം വിധേയനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മുരളീധരന്റെ വിധേയത്വം എത്രയുണ്ടെന്ന് പരീക്ഷിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഒടുവിൽ രണ്ടാമത് കുറച്ചു കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അവിടേക്ക് ചെല്ലണതേ. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വട്ടിയൂർക്കാവിൽ ചെന്നപ്പോൾ പിന്നെ മുരളീധരന് മനസ്സിലായി എളുപ്പമല്ല ഈ ജോലിയെന്ന്. അപ്പോൾ തോൽവി ഉറപ്പായപ്പോൾ തൻ്റെ അനുഭവം ഉണ്ടല്ലോ, പഴയ അനുഭവം, അതും കൂടി വെച്ച് മുരളീധരൻ സംസാരിച്ചിരിക്കുകയാണ്. നമ്മളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നബാധിത ബൂത്തുകളിൽ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക്. എത്ര ബൂത്തുകളുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കും. സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ, വിദ്വേഷ പ്രസംഗം എന്നിവ നിരീക്ഷിക്കാൻ നോഡൽ ഓഫീസറെ നിയോഗിച്ചിട്ടുണ്ട് എന്നും ഇവ പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടവയിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഗൈഡ് ലൈൻസ് പ്രകാരം പ്രശ്നം ബാധിത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, മുൻകാലങ്ങളിൽ പ്രശ്നം റിപ്പോർട്ടായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അവിടെ ആൾറെഡി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അൺടോൾഡ് ഇൻസിഡൻസ് വരുവാണെങ്കിൽ അത് ഡീൽ ചെയ്യാനായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിന് പ്രവർത്തിക്കാൻ അവകാശമില്ല എന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ്. അനുമതിയില്ലാതെ ഇത്രനാൾ പ്രവർത്തിച്ചത് ദുരൂഹമാണ്. ചാനലിന്റെ പ്രവർത്തനം സംബന്ധിച്ച CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ പേരിലുള്ള ദേശീയ സുരക്ഷാ ക്ലിയറൻസും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും വെച്ച് വേറെ ആർക്കും അത് നടത്താനായിട്ടുള്ള അവകാശമില്ല. എന്നിരിക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട്
എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സ് നടത്തുകയായിരുന്നു. ഒരു നിമിഷം പോലും ഈ ചാനൽ പ്രവർത്തിക്കാൻ നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. ഈ 2 വർഷക്കാലമായിട്ട് ഈ ചാനലിന്റെ പേരിൽ കോടികളുടെ പരസ്യം മേടിച്ചും തെറ്റായ വാർത്തകൾ നൽകി പലരുടെയും ജീവിതം തന്നെ വഴിമുട്ടിച്ച റിപ്പോർട്ടർ ചാനൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ 2 വർഷം ഇവർക്ക് പ്രവർത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു അനുവാദം കിട്ടിയത്, എങ്ങനെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് CBIയും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് അന്വേഷിക്കേണ്ട ഗുരുതരമായ ഒരു കുറ്റമാണ്. ഇത്രയും അധികം കുറ്റകൃത്യങ്ങളിൽ ഇത്രയധികം കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ചാനൽ 2 വർഷം പ്രവർത്തിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചത് എന്ന് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ. ഇനിയും സഭാതർക്കം വാർത്തകളെ തലക്കെട്ടാകരുത്, സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്നും ജോസഫ് ബാവ അഭിപ്രായപ്പെട്ടു. അതേസമയം തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾക്ക് മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് ബാവ. എല്ലാം അവസാനിപ്പിക്കണം, 2 സഭകളുടെയും അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതിനു പിന്നാലെയാണ് ബാവയുടെ പ്രതികരണം. അങ്ങനെ ഒരു നിലപാടെടുത്തതിന് ശേഷമാണ് ഈ 6 പള്ളികളുടെ കോടതി വിധി നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെതിരെയും ചീഫ് സെക്രട്ടറിക്കും കളക്ടർമാർക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. അവിടെ ഗവൺമെന്റ് ഒരു നിലപാടെടുത്ത് സുപ്രീം കോടതിയിൽ പോയി. നല്ല കാര്യമാണ് ഗവൺമെന്റ് ചെയ്തത്. അതുകൊണ്ട് ഒരു പുതിയ ഒരു റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഒക്കേഷൻ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ മറച്ചു വയ്ക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാമെന്നും ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ വ്യക്തമാക്കി. എല്ലാ പാർട്ടികളിലും സഭാവിശ്വാസികളുണ്ട്. യാക്കോബായക്കാർ LDFിലും UDFിലും NDAയിലും സ്ഥാനാർത്ഥികളായുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നത് ശരിയല്ല എന്നും ബാവ പറഞ്ഞു. മുഖ്യമന്ത്രി സഭയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാകും, സഭയുടെ അസ്തിത്വം നിലനിർത്തും എന്നാണ് ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിയമനിർമ്മാണം നടത്താമെന്ന് ഇവിടെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കണില്ല. പക്ഷേ സഭയെ അദ്ദേഹം കരുതലോടുകൂടിയാണ് സഭയുടെ കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളതും സഭയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ സംരക്ഷിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സഭാതർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആശ്വാസമായി. എന്നാൽ നിയമനിർമ്മാണം നടത്താത്തതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. സഭാതർക്കം പരിഹരിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഇടപെടൽ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും ബാവ പ്രതികരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ശത്രുപക്ഷത്തല്ലാത്ത എണ്ണക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടുമെന്ന UN പ്രതിനിധി സംഘത്തോട് ഇറാൻ. അതേസമയം ഇറാനിൽ ചർച്ച നടത്തേണ്ട നേതൃത്വത്തോട് ചർച്ചകൾ തുടരുന്നുണ്ടെന്നും നിലവിൽ ഒരു സമാധാന കരാർ ഇറാൻ അടിയന്തരമായി ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ വ്യക്തമാക്കി. US ഇസ്രായേൽ ആക്രമണം ഇറാനിൽ ഭരണമാറ്റമുണ്ടാക്കിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ചർച്ച നടത്തിയ ഇറാൻ പ്രതിനിധി സംഘം അമേരിക്കയ്ക്ക് ഹോർമൂസ് കടലിടുക്കിലെ എണ്ണപ്രകൃതിവാതക വിതരണവുമായി ബന്ധപ്പെട്ട് വിലപ്പെട്ട സമ്മാനം നൽകിയെന്നും വെളിപ്പെടുത്തി. എന്നാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ട്രംപ് തയ്യാറായില്ല. ഇതിനിടെ ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കുന്നതിന് വേണ്ടി 15 സമാധാന പദ്ധതിയുടെ കരട് അമേരിക്ക ഇറാന് കൈമാറിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനും ഇസ്രായേലും പരസ്പരം വ്യോമാക്രമണം തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് യോഗം. അതേസമയം പാചകവാതക പ്രതിസന്ധിയിൽ പാർലമെന്റിന് മുന്നിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ധനവുമായി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കടലിടുക്ക് കടക്കാൻ ഇന്ത്യ ഒരു രാജ്യത്തിനും പണം നൽകിയിട്ടില്ല. രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ല എന്നും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയും ശ്വാസതടസ്സവും കാരണം ഇന്ന് പുലർച്ചെയാണ് സോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിലെത്തി. 79-കാരിയായ സോണിയാഗാന്ധി നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP ആണ്.
കേരളത്തിൽ ചൂട് കഠിനമാകുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച വരെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. ഉയർന്ന താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും ചേരുന്നതിനാൽ മലയോര മേഖലകളിലൊഴികെ എല്ലായിടത്തും കടുത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും നിർജ്ജലീകരണമുണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകളും കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മാർക്കറ്റുകൾ, മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പാലിക്കണം. കാട്ടുതീ പടരാതിരിക്കാൻ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് ചെറുവത്തൂരിൽ പ്ലാസ്റ്റിക് കമ്പനിയിൽ വൻ തീപിടുത്തം. വൈകിട്ട് 3:30യോടെയാണ് ചെറുവത്തൂർ കൈതക്കാട്ടെ സ്വകാര്യ പ്ലാസ്റ്റിക് കമ്പനിയിൽ തീപിടുത്തമുണ്ടായത്. വർഷങ്ങളായി പഴയ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് കയറ്റി അയക്കുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അബ്ദുള്ള എന്നയാൾ നടത്തുന്ന കമ്പനിയിലാണ് തീ പടർന്നത്. വേദനയില്ലാത്ത ലോകത്തേക്ക് മടങ്ങുമ്പോൾ മറ്റൊരാൾക്ക് പുതുവെളിച്ചം നൽകി ഹരീഷ് റാണ. രാജ്യത്ത് ആദ്യമായി ദയാവധത്തിന് വിധേയനായ ഹരീഷ് റാണയുടെ കോർണിയ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്തു. ഹരീഷ് റാണയുടെ സംസ്കാര ചടങ്ങുകൾ ഡൽഹിയിൽ നടന്നു. അവയവദാനത്തിലൂടെ മറ്റൊരാൾക്ക് പുതുജീവൻ നൽകിയാണ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ദയാവധത്തിന് വിധേയനായ ഹരീഷ് റാണയുടെ മടക്കം. 32 വയസ്സുള്ള ഹരീഷ് റാണയുടെ ഹൃദയ വാൽവുകളും കോർണിയയുമാണ് ദാനം ചെയ്തത്. അവയവദാനത്തിന് കുടുംബം നേരത്തെ തന്നെ സമ്മതം അറിയിച്ചിരുന്നു. ഡൽഹി ഗ്രീൻ പാർക്ക് ശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിരവധി പേർ പങ്കെടുത്തു. വിവിധ ഘട്ടങ്ങളിലായി ജീവൻ രക്ഷാ യന്ത്രങ്ങൾ നീക്കം ചെയ്ത ശേഷം ഇന്നലെയാണ് ഹരീഷിന്റെ മരണം എയിംസ് അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 2013 കെട്ടിടത്തിൽ നിന്ന് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹരീഷ് റാണ 13 വർഷമായി കോമയിൽ കഴിയുകയായിരുന്നു. ഹരീഷിന്റെ മാതാപിതാക്കളുടെ അപേക്ഷ പരിഗണിച്ചായിരുന്നു സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി നൽകിയത്. അന്തസ്സായി മരിക്കാനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട് എന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായക വിധി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സാധാരണക്കാരനും വ്യോമഗതാഗതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിമാനത്താവള വികസന പദ്ധതി ഉഡാൻ 10 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 2026-27 സാമ്പത്തിക വർഷം മുതൽ 35-36 വരെ 10 വർഷത്തേക്ക് 28,840 കോടി രൂപയുടെ വിഹിതത്തോടെ പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഇമിഗ്രേഷൻ, വിസ, ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് ട്രാക്കിംഗ് പദ്ധതി 5 വർഷം കൂടി തുടരും. 2035 വരെ പരിസ്ഥിതി മേഖലയിൽ സർക്കാരിന്റെ പ്രത്യേക പദ്ധതികൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതായി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. 40 करोड़ के सैंक्शन से मॉडिफाइड उड़ान स्कीम सैंक्शन हुई। और तीसरा बहुत बड़ा फैसला हुआ, भारत का जो एनवायरमेंटल गोल्स हैं और जो कमिटमेंट देश ने दिखाया है माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में, उसके लिए 2030 से 2035 के जो गोल्स हैं उन गोल्स का अप्रूवल कैबिनेट में हुआ। सबसे पहले आप सब जानते हैं कि भारत में विजिटर्स अब बहुत आते हैं, चाहे टूरिज्म के पर्पज से हो, चाहे बिजनेस के पर्पज से हो। उन सब के फैसिलिटेशन के लिए एंटायर वीजा और इमिग्रेशन के प्रोसेस को एक तरीके से फुल्ली डिजिटलाइज करने का मिशन कुछ वर्षों पहले हाथ में लिया गया था। उसमें बहुत अच्छी प्रोग्रेस हुई और अब करीब 32 सर्विसेज इसमें ऐड हो गई है और 204 मिशंस हैं दुनिया भर में, देश के इंडियन मिशंस, उन सबको इंटीग्रेट कर दिया गया है। और देश में करीब 854 डिस्ट्रिक्ट्स हैं जिनको इंटीग्रेट कर दिया गया है इस पूरे प्रोग्राम में।
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ ആദ്യ പരാതിക്കാരിക്കെതിരായ പരാമർശം സുപ്രീം കോടതി നീക്കി. വിചാരണയെ ബാധിക്കുമെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് നടപടി. അതേസമയം കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ബലാത്സംഗ കേസിൽ ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ആദ്യ പരാതിക്കാരിയുടെ ആവശ്യം. എന്നാൽ ഹർജിയിൽ വിശദമായ വാദം കേൾക്കൽ നടന്നില്ല. കൂടാതെ ഹൈക്കോടതി വിധിയിൽ നിലവിൽ ഇടപെടുന്നില്ല എന്നും ജസ്റ്റിസ് എം സുന്ദരേഷും ജസ്റ്റിസ് NK സിംഗും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് പരാതിയിൽ നിയമ നടപടി സ്വീകരിച്ചു. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് കൈകാര്യം ചെയ്യുന്നത് എന്നും പരമാവധി തെളിവുകൾ കണ്ടെത്താനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. അത് അന്വേഷിക്കാം. നമ്മളത് ഒരു പ്രത്യേക സംഘം ഇട്ടിരിക്കുകയാണല്ലേ, ആ പ്രത്യേക സംഘം അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ആ പ്രത്യേക അന്വേഷണ സംഘം വെച്ചിട്ട് അന്വേഷിക്കുകയാണ്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പ് മോഷണം പോയ കേസിൽ പോലീസിന്റെ ആവശ്യങ്ങൾ മിലിറ്ററിയെ അറിയിക്കുന്നുണ്ട് എന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക്. കേസുമായി അവർ സഹകരിക്കുന്നുണ്ട് എന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതും ആ പ്രത്യേക സംഘം ഇപ്പം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ വേറെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ട്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആവശ്യങ്ങൾ അവരുടെ മേലുദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. അതനുസരിച്ച് അവർ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ ആളുകൾ കൂടുന്നിടത്തെല്ലാം തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ചാ വിഷയം. തവന്നൂരിലെ പ്രധാന മത്സ്യ മാർക്കറ്റിലെത്തിയവർ നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. തവനൂർ, പൊന്നാനി, തിരൂർ മണ്ഡലങ്ങളുടെ സംഗമസ്ഥാനമായ നരിപ്പറമ്പിലാണ് ഈ മത്സ്യ മാർക്കറ്റുള്ളത്. ജില്ലയിലെ തന്നെ പ്രധാന മത്സ്യ മാർക്കറ്റാണ് നരിപ്പറമ്പിലേത്. അടിപൊളി കണ്ണൻ സ്രാവ് ഉണ്ട്, തീർസ്രാവ്, മുന്തിയ സ്രാവ്, കേരള ഒന്നാം സ്ഥാന സ്രാവ്, അടിപൊളി കാളാഞ്ചി, വട്ടക്കാളാഞ്ചി. തെരഞ്ഞെടുപ്പിൽ ഈ 3 മണ്ഡലങ്ങളും ഏത് തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് കരുതാം. എന്തായാലും നമുക്ക് ഇവിടുത്തെ മത്സ്യപ്രവർത്തകരോട് ചോദിക്കാം, എങ്ങനെയാണ് തവനൂർ ചിന്തിക്കുന്നത്? ഇവിടുത്തെ കെടുപ്പ് കെടുക്കുന്നത് ജലീൽ ചോദിക്കും, സംശയിക്കേണ്ട. പിന്നെ ജലീലിനായിട്ട് മുട്ടാൻ പറ്റിയ ആളല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾ എവിടെയുള്ള ജോലിയൊന്നും ഇവിടെ കൊടുത്തിട്ട് ജലീൽ പരാജയപ്പെടില്ല. അത്രയൊക്കെ പറയാളെ. ഞാൻ കച്ചവടം ചെയ്യട്ടെടാ. ജലീൽ മലപ്പുറത്ത് സുൽത്താനല്ലേ? കൺഫേം ആണ്. ഇപ്രാവശ്യം UDF ജയിക്കാനുള്ള സാധ്യത കാണുന്നത്. ആളുകൾക്ക് ഈ 10 വർഷത്തെ തുടർ ഭരണം അത്ര കണ്ട് ഏശിയിട്ടില്ല ജനങ്ങൾക്ക്. ഇലക്ഷന്റെ ചൂട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിക്കോ VS ജോയോ? വികസനോ ജലീലിന് കുറച്ച് കുറവുണ്ട്. ഇവിടെ ജലീൽ ജയിക്കുന്നതാണ് പറയുന്നത്. ജയിക്കാൻ ആർച്ചാലും എങ്ങനെ നമ്മൾ നോക്കുന്ന ആൾക്കാർ ജയിക്കട്ടെ. കോൺഗ്രസിനാണ് സാധ്യത. കഴിഞ്ഞ 2 പ്രാവശ്യം ഭരിച്ചത് LDF ആയിരുന്നു. ആ ഒരു കൂടുതൽ വികസനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ സാധ്യത ഉണ്ടെങ്കിലും കൂട്ടി കോൺഗ്രസിന് ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കോൺഗ്രസ് ജയിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ പല ഭാഗങ്ങളും എല്ലാവരും ജയിച്ചു പിടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു മാറ്റം വരട്ടെങ്കിൽ BJP ജയിക്കും. BJPക്ക് ജയിക്കാലോ. കാരണം തൃശ്ശൂരിൽ 3ാം സ്ഥാനത്ത് നിന്നിരുന്ന BJP ആണല്ലോ ജയിച്ചത് പാർലമെന്റിലേക്ക്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. KT ജലീൽ പൊതുവെ കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഇനി പുതിയൊരാൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടാ. പക്ഷേ ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ല. രവിദേവത്തിൽ ജയിക്കാനാണ്. കഴിഞ്ഞ വർഷമായിരുന്നല്ല, പ്രാവശ്യം ജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. വികസനത്തിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. KT ജലീൽ ജയിക്കണോ? ഇവിടുത്തെ തന്നെ വികസനം തന്നെ. വേറെന്താ, കർമ്മറോടൊക്കെ അല്ലേ ആൾക്കാർ ആയിരക്കണക്കിന് പോകണം ചെയ്ത ദിവസം. ജയിക്കും തീർച്ചയായിട്ടും ജയിക്കും കേട്ടോ. ഇത് നമ്മളെ അരിവാൾ തന്നെയാണ്. മൂപ്പര് തന്നെ ജയിക്കുള്ളൂ. ഭരണ അടിപൊളിയല്ലേ. എല്ലാ കാര്യവും സാധാരണക്കാർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജലീല് നമ്മക്കും പറ്റിയ ഒരാളാണ് മൂപ്പര്. നമ്മളെ ആദ്യം അറിയുന്ന ഒരു വ്യക്തിയാണ്. BJP പൊളിക്കും ബലത്ത്. പിന്നെ തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ അത്രയും കഠിനമായ പ്രവർത്തനത്തിലാണ്.